എന്ന് നമ്മൾ പിണറായി വിജയനോട് ചോദിച്ചു. പിണറായി വിജയൻ പറയുന്ന മറുപടി എന്തായിരിക്കും? അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുക. നായന്മാർ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരുള്ളൂ എന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ ആ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന സംഘടനയുടെ നിരോധനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. വെറുതെ അല്ല പട്ടേലിൻ്റെ പ്രതിമ ഒരു വെക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഡൽഹി ഒരു കലാപത്തിന് സാക്ഷ്യം വഹിക്കുന്നത് സന്യാസി കലാപത്തിനാണ്. സന്യാസികളാണ് കലാപം ഉണ്ടാക്കുന്നത്. പട്ടാളം ഇറങ്ങേണ്ടി വന്നു ഡൽഹിയിൽ. അപ്പോൾ ഇവരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. കോടിക്കണക്കിന് മനുഷ്യരെ വഴി നടക്കാൻ അനുവദിക്കാത്ത നിങ്ങൾ രാഷ്ട്രീയ അധികാരത്തിന് യോഗ്യരാണെന്ന്. ഹരിജനങ്ങൾക്ക് പ്രത്യേകമായ സ്കൂൾ, ഹരിജനങ്ങൾക്ക് പ്രത്യേകമായ കുളം, ഹരിജനങ്ങൾക്ക് പ്രത്യേകമായ വഴി, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ പരിഷ്കരണങ്ങൾക്ക് പാർട്ടികൾ ഊന്നൽ നൽകിയപ്പോൾ സാമൂഹിക പരിഷ്കരണങ്ങൾ നടത്താതിരുന്നതിന്, അതിന് അംബേദ്കറെ പോലുള്ള വ്യക്തികൾ അതിന് ഊന്നൽ നൽകാനുള്ള പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഈ സാമൂഹിക പരിഷ്കരണം നടക്കാത്തതിൻ്റെ ഒരു അനന്തര ഫലം കൂടിയല്ലേ നമ്മൾ ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ നേരിടേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും ഈ സാമൂഹിക പരിഷ്കരണം 1900 മുൻപ് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈയൊഴിഞ്ഞിരുന്നു. തിലകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വമായിരുന്ന ഘട്ടത്തിൽ തന്നെ സോഷ്യൽ കോൺഫറൻസിന് പൊളിറ്റിക്കൽ കോൺഫറൻസിൻ്റെ ഹാൾ വിട്ടുകൊടുക്കരുത് എന്നാവശ്യപ്പെടുന്നു. രാഷ്ട്രീയ പരിഷ്കരണവാദികളുടെ സമ്മേളനാനന്തരം സാമൂഹ്യ പരിഷ്കരണവാദികളുടെ സമ്മേളനം അവിടെ നടക്കും. അപ്പോൾ അതിനി മുതൽ വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് തിലകനാണ്. അങ്ങനെ വിട്ടുകൊടുത്താൽ ആ പന്തലിൽ തീ വെക്കുമെന്ന് വരെ അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു. സാമൂഹ്യ പരിഷ്കരണത്തെ WC ബാനർജി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന WC ബാനർജി തള്ളി തന്നെ പറയുന്നു. അപ്പോൾ സാമൂഹ്യ പരിഷ്കരണം എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി കോൺഗ്രസ് യഥാർത്ഥത്തിൽ എടുത്തിരുന്നില്ല. ആദ്യഘട്ടത്തിൽ സോഷ്യൽ കോൺഫറൻസിൻ്റെ ഫോറം ഉപയോഗിച്ചുകൊണ്ട് ചില പരിശ്രമങ്ങൾ നടത്തണമെന്നുള്ള ചിന്തകളും അതിൻ്റെ ഭാഗമായിട്ടൊരു കോൺഗ്രിഗേഷനൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസ്സിനകത്ത്. എന്നാൽ തിലകൻ്റെയൊക്കെ ഇടപെടലിലൂടെ അത് പൂർണ്ണമായും ശിഥിലമാകുന്നു. പിന്നീട് സാമൂഹിക പരിഷ്കരണത്തിൻ്റെ എന്തെങ്കിലും ഒരു ശബ്ദം പിന്നെ നമ്മൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ കേൾക്കുന്നത് ഗാന്ധിയിൽ നിന്നാണ്. ഗാന്ധി പക്ഷേ സാമൂഹിക പരിഷ്കരണം എന്ന് വിളിക്കാവുന്ന ഒരു വീക്ഷണമല്ല യഥാർത്ഥത്തിൽ പുലർത്തിയിരുന്നത്. എന്ന് പറഞ്ഞാൽ സാമൂഹിക പരിഷ്കരണത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാമൂഹ്യ പരിഷ്കരണം ഇന്ത്യയിൽ മനസ്സിലാക്കപ്പെടുന്നത് പലപ്പോഴും ഈ സവർണ ഹിന്ദുക്കൾക്കിടയിലുള്ള വിലക്കുകളെയാണ് സാമൂഹിക അതിനെ മാറ്റുന്ന പ്രക്രിയകളെയാണ് അവർ സാമൂഹിക പരിഷ്കരണമെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്ക് കടൽ കടക്കാൻ പാടില്ല, ചില നദികൾ കടക്കാൻ പാടില്ല, സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്ന സംഗതികൾ, അതിനെ മറികടക്കുന്ന പ്രവൃത്തികളെയാണ് സാമൂഹിക പരിഷ്കരണമെന്ന് അവർ മനസ്സിലാക്കിയത്. ഡോക്ടർ BR അംബേദ്കർ ജാതി നിർമൂലനം എന്ന കൃതിയിൽ ഈ വിഷയം ഉന്നയിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: കോടിക്കണക്കിന് മനുഷ്യരെ വഴി നടക്കാൻ അനുവദിക്കാത്ത നിങ്ങൾ രാഷ്ട്രീയ അധികാരത്തിന് യോഗ്യരാണെന്ന്. അവിടെ സാമൂഹ്യ പരിഷ്കരണ സങ്കല്പം തന്നെ മാറുക. അംബേദ്കർ മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ പരിഷ്കരണത്തിൽ സമൂഹത്തിലെ ആഭ്യന്തര ബന്ധങ്ങൾ പൊളിച്ചെഴുതണമെന്നാണ് പറയുന്നത്. ഗാന്ധി വ്യക്തികളുടെ ഒരു പ്യൂരിഫിക്കേഷനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടുള്ള ഒരു വീക്ഷണം പുലർത്തിയതുകൊണ്ട് അദ്ദേഹം എപ്പോഴും പറഞ്ഞത് സവർണരുടെ മനം മാറ്റത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം, സവർണരുടെ മനം മാറ്റത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, സവർണരുടെ മനം മാറ്റത്തിന് വേണ്ടി ഇനി അഥവാ അവർ മർദ്ദിച്ചാൽ തന്നെ നമ്മൾ തിരിച്ചടിക്കാതെ അത് ഏറ്റുവാങ്ങണം. ഇതൊരു വീക്ഷണത്തിൻ്റെ കാര്യമാണ്. അതായത് ആത്യന്തികമായി സാമൂഹിക പരിഷ്കരണം എന്നത് വ്യക്തികളുടെ സെൽഫ് പ്യൂരിഫിക്കേഷൻ എന്ന് വിളിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് ഗാന്ധി അതിനെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അദ്ദേഹം സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി ഹരിജൻ സേവാ സംഘ് ഉണ്ടാക്കുമ്പോൾ
അതിൻ്റെ ആ ട്രസ്റ്റിൻ്റെ കമ്മിറ്റിയിൽ ഒരൊറ്റ ഹരിജൻ പോലും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കാണണം. അദ്ദേഹത്തിൻ്റെ ഇറ്റ് ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് ദളിറ്റ്സ് ഓർ ഹരിജൻസ് അസ് ഗാന്ധി സെഡ്. ഇത് ഹരിജനങ്ങളുടെ പ്രശ്നമല്ല, ഇത് സവർണരുടെ നവീകരണത്തിൻ്റെ കാര്യമായിട്ടാണ് അദ്ദേഹം, ആത്മനവീകരണത്തിൻ്റെ കാര്യമായിട്ടാണ്. അപ്പോൾ ഈ സാമൂഹ്യ പരിഷ്കരണത്തെ സംബന്ധിച്ച് സാമൂഹ്യ പരിഷ്കരണത്തെ ഉപേക്ഷിച്ച് കളയുക, സാമൂഹ്യ പരിഷ്കരണത്തെ വികലമായി മനസ്സിലാക്കുക. ഈ രണ്ട് വലിയ പാതകങ്ങളിലൂടെയാണ് ദേശീയ പ്രസ്ഥാന യഥാർത്ഥത്തിൽ കടന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഉള്ളടക്കമില്ലാത്ത രാഷ്ട്രീയ പരീക്ഷണങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഉള്ളടക്കമില്ലാത്ത ഒരു രാഷ്ട്രീയ പരിഷ്കരണവും ഇന്ത്യയെ നവീകരിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടി ഏതാണ്ട് 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും പഴയ രൂപത്തിലുള്ള ജാതി അതിക്രമങ്ങളും ജാതി കൊലപാതകങ്ങളും കൂട്ടബലാത്സംഗങ്ങളും ആക്രമണങ്ങളും ഒക്കെ നിർബാധം തുടരുന്ന ഒരു സമൂഹമായി നമ്മൾ നിലകൊള്ളുന്നത് നമ്മൾ ഇപ്പോഴും ആ സാമൂഹ്യ പരിഷ്കരണം എന്ന മർമ്മപ്രധാനമായ അജണ്ടയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം എത്തുന്നില്ല എന്ന്. ഇത് വളരെ ബോധപൂർവമായി സവർണ ബ്രാഹ്മണ്യ ശക്തികൾ, ഈ സവർണ ബ്രാഹ്മണ്യ ശക്തികളെന്ന് ഞാൻ പറയുന്നത് ബ്രാഹ്മണ്യ സേവയാണ് ഏറ്റവും പ്രധാനമെന്ന് വിചാരിക്കുന്ന സവർണ സമൂഹങ്ങളും അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കളായിട്ടുള്ള ബ്രാഹ്മണരും, അവരെ സേവിക്കലാണ് ഞങ്ങളുടെ കടമ, അവർക്ക് പരിക്കേൽക്കാതെ നിലനിർത്തലാണ് ഞങ്ങളുടെ ജോലി എന്ന് വിചാരിക്കുന്ന സവർണ സമൂഹങ്ങളും ബ്രാഹ്മണ്യ ശക്തികളും കൂടിയാണ് ഈ സാമൂഹ്യ പരിഷ്കരണത്തെ ഇന്ത്യയിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സാമൂഹ്യ പരിഷ്കരണം എന്നത് വളരെ നേരത്തെ തന്നെ അവർ കൈയൊഴിഞ്ഞൊരു കാര്യമായിരുന്നു. ഗാന്ധിയുടെ വീക്ഷണത്തിന് ഇങ്ങനൊരു ഏകപക്ഷീയതയുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം ചെയ്തത് ഹരിജനങ്ങൾക്ക്, അദ്ദേഹം ഹരിജൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, ഹരിജനങ്ങൾക്ക് പ്രത്യേകമായ സ്കൂൾ, ഹരിജനങ്ങൾക്ക് പ്രത്യേകമായ കുളം, ഹരിജനങ്ങൾക്ക് പ്രത്യേകമായ വഴി, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം. എന്ന് പറഞ്ഞാൽ പൊതുസമൂഹവുമായി ഇക്വാളിറ്റി എന്ന ഒരു സങ്കല്പത്തിലേക്ക് ഗാന്ധിയുടെ സാമൂഹിക പരിഷ്കരണ സങ്കല്പം വളരുന്നില്ല. വളരാതിരിക്കാൻ കാരണം ഹി വാസ് എ സെൽഫ് ഡിക്ലെയർഡ് സനാതനി, സ്വയം പ്രഖ്യാപിത സനാതന ഹിന്ദുവായിരുന്നു ഗാന്ധി. ഒരു സനാതന ഹിന്ദുവിനും സാമൂഹിക പരിഷ്കരണത്തെ അതിൻ്റെ യഥാർത്ഥ ഉള്ളടക്കത്തെ, ഒരു സമൂഹം പരിഷ്കരിക്കപ്പെടുന്നപ്പോഴാണ് അതിൻ്റെ ആഭ്യന്തര ബന്ധങ്ങൾ നവീകരിക്കപ്പെടുമ്പോഴാണ്, മനുഷ്യർ തമ്മിലുള്ള ആഭ്യന്തര ബന്ധങ്ങൾ നവീകരിക്കപ്പെടുമ്പോഴാണ് സമൂഹം പുരോഗതിയിലേക്ക് പരിഷ്കരണത്തിലേക്ക് വരുന്നത്. ഒരു സനാതന ഹിന്ദുവിന് അത് സങ്കല്പിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ചരിത്രത്തിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വരെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് പോലെയുള്ള ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയാണോ അതല്ലെങ്കിൽ ഒരു ജനാധിപത്യ മതേതര പ്രക്രിയയിലൂടെ കടന്നു പോകണോ എന്നുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയ പല പ്രോസസ്സും കടന്നു പോയിട്ടുണ്ടല്ലേ. ഇപ്പൊ പ്രത്യേകിച്ച് ഗാന്ധിയുടെ രാമരാജ്യ സങ്കല്പമൊക്കെ തന്നെ അത് ഈക്വൽ ടു സവർണ രാമരാജ്യ സങ്കല്പത്തിന് തുല്യമായിരുന്നില്ലേ? അല്ല, സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യയിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നടന്നിട്ടുള്ള ഡിബേറ്റുകൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികളുടെ സാന്നിധ്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അവർക്കൊരു മുൻകൈ ഉണ്ടായിരുന്നില്ല. അവർക്ക് ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പിടിച്ചെടുക്കാൻ കഴിയുന്ന വിധം ഒരു മുൻകൈ ഉണ്ടായിരുന്നില്ല. ഗാന്ധിയുടെ രാമരാജ്യ സങ്കല്പത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന യഥാർത്ഥ ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണെന്നും ഗ്രാമസ്വരാജാണ് വേണ്ടെന്നുള്ള വാദം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉയർത്തുന്നുണ്ട് ഗാന്ധിയന്മാർ. എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കുന്ന ഗ്രാമ റിപ്പബ്ലിക്കുകളുടെ സമാഹാരമായിരിക്കണം ഇന്ത്യ. ഇന്ത്യക്കൊരു കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ അല്ല വേണ്ടത്, സെൽഫ് സഫീഷ്യൻ്റ് ഗ്രാമ റിപ്പബ്ലിക്ക്. ഈ വാദം ഉന്നയിക്കപ്പെടുന്നു. അത് നിർദ്ദയം തള്ളിക്കളയായി.
സാധ്യമല്ല. ഇന്ത്യൻ ഗ്രാമങ്ങളെന്ന് പറയുന്നത് അജ്ഞതയുടെയും അന്ധവിശ്വാസങ്ങളുടെയും ചെളിക്കുണ്ടാണ് എന്നാണ് ഡോക്ടർ BR അംബേദ്കർ അതിന് കൊടുക്കുന്നൊരു മറുപടി. അപ്പോൾ ആ വാദം തള്ളിപ്പോവും. ഗാന്ധിയുടെ ഒരു എക്കണോമിക് തീസിസ് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യ പിന്തുടരേണ്ട സാമ്പത്തിക നയം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഗാന്ധിയുടെ എക്കണോമിക് തിയറിയുടെ ഒരു കേന്ദ്ര പ്രമേയം എന്ന് പറയുന്നത് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന സങ്കല്പം. ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമൊന്നുമില്ല, ഇന്ന് നിലനിൽക്കുന്ന സാമ്പത്തിക ബന്ധങ്ങൾ അഴിച്ചു പണിയണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങൾ ധനവാനാണെങ്കിൽ ദൈവം നിങ്ങളുടെ അടുത്ത് ധനം ഏൽപ്പിച്ചിരിക്കുകയാണ്, നിങ്ങളത് മാന്യമായി ബാക്കിയുള്ളവർക്ക് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. ഇതാണ് ഈ ട്രസ്റ്റിഷിപ്പിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലത്ത് ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്ത വ്യക്തിയിൽ നിന്ന് നമ്മൾ തിരിച്ചു മേടിക്കേണ്ടത് അത് അയാൾ സ്വയം ചെയ്യേണ്ട കാര്യമാണ്. കാരണം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ് അയാൾ. ഇത്തരം ഭ്രാന്തുകളാണ് യഥാർത്ഥത്തിൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് വെറും ഭ്രാന്തല്ല. നിലവിലുള്ള സ്വത്തുടമസ്ഥതാ ബന്ധത്തിൽ തുടരുത് എന്നാണ് അതിൻ്റെ ഡിക്റ്റേഷൻ. ഇതിൻ്റെ ആവശ്യമില്ല, അത് അവർ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ അവർ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുകയോ പൊതുജനങ്ങൾക്ക് ഗുണപ്രദമായ രീതിയിൽ ആ ഫണ്ട് വിനിയോഗിക്കുകയോ ചെയ്യും. അങ്ങനെ വേണമെന്നാണ് ഗാന്ധി പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പീപ്പിൾസ് പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഗാന്ധി ഹിന്ദു സ്വരാജിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമ്പത്തിക നയം വെക്കും. അത് നിർദ്ദയം തള്ളിക്കളയാണ്. ഏറ്റെടുക്കപ്പെട്ട രണ്ട് സങ്കല്പങ്ങൾ ആധുനിക ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് പൗരനായിരിക്കണം. ആദ്യം ഗ്രാമമല്ല, പൗരനായിരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നു. ഗാന്ധിയുടെ ഈ ഭ്രാന്തൻ സാമ്പത്തിക ആശയങ്ങൾ പരിപൂർണമായും തള്ളിക്കൊണ്ട് ബോംബെ പ്ലാൻ എന്ന് പറയുന്നു ഇന്ത്യൻ വ്യവസായികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സാമ്പത്തിക നയമാണ് പിന്നീട് ഇന്ത്യ ഗവൺമെൻറ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അന്ന് ഇവരുടെ സാന്നിധ്യം ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലും അതിന് ശേഷമുള്ള സംഭവങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവർക്ക് അന്നൊരു മുൻകൈ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരില്ലായിരുന്നു എന്നർത്ഥമില്ല. അതിൻ്റെ ഒരു ഉദാഹരണം, ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഡൽഹി ഒരു കലാപത്തിന് സാക്ഷ്യം വഹിക്കുന്നത് സന്യാസി കലാപത്തിനാണ്. സന്യാസികളാണ് കലാപം ഉണ്ടാക്കുന്നത്. പട്ടാളം ഇറങ്ങേണ്ടി വന്നു ഡൽഹി. അപ്പോൾ ഇവരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അവർക്ക് അന്നൊരു മുൻകൈ ഉണ്ടായിരുന്നില്ല. ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള വാദം ജനാധിപത്യത്തിനെതിരാണെന്നുള്ളൊരു പൊതുബോധം അന്ന് ശക്തമായി. ഇന്ന് അത് നേരെ തിരിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ വിത്തുകൾ ഇങ്ങനെ പാകി വരികയായിരുന്നു എന്നുള്ളതൊരു അതിശയോക്തിപരമായ വാദമായിരിക്കും. ഏറ്റവും കുറഞ്ഞ പക്ഷേ നെഹ്റുവിയൻ സാമ്പത്തിക ശാസ്ത്രവും അദ്ദേഹത്തിൻ്റെ തന്നെ സാമൂഹിക സങ്കല്പനങ്ങളും ഒക്കെ ഈ സോക്കോൾഡ് ഹിന്ദുത്വ രാഷ്ട്രത്തിൽ നിന്നും ഭിന്നമായ വീക്ഷണം പുലർത്തിയിരുന്നു എന്ന് പറയാതെ, വ്യക്തിപരമായിട്ട് അദ്ദേഹം ഹിന്ദുവായിരിക്കാം, ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്ന ആളൊക്കെ ആയിരിക്കാം. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന വിധമായി അന്ന് കുംഭമേളയിൽ വലിയൊരു കൂട്ടമരണം നടക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു ആയിരിക്കുന്ന കാലത്ത് കുംഭമേളയിൽ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയിൽ കുറേ പേർ മരിക്കുന്നുണ്ട്, തിക്കിലും തിരക്കിലൊക്കെ പെട്ട്. അപ്പോൾ പത്രക്കാർ നെഹ്റുവിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ അവിടെ പോകുന്നുണ്ടോ? അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന മറുപടി ഇപ്പോൾ വളരെ പ്രസക്തമായൊരു മറുപടിയാണ്. പുള്ളി പറയുന്നത് അതൊരു മതവിഭാഗത്തിൻ്റെ ചടങ്ങാണ് നടന്നത്, അവിടെയാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. മരിച്ചവരോട് എനിക്ക് തീർച്ചയായും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഞാനവിടെ പോയാൽ ഞാനൊരു പ്രത്യേക മതത്തിൻ്റെ വക്താവാണെന്ന് ഇന്ത്യയെ തെറ്റിദ്ധരിക്കുമെന്ന് പറയും. അങ്ങനെ ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ട്, ഒരു ഡെമോക്രാറ്റിക്കായിട്ടുള്ള, അത് ഡീപ്പ് ലെവലാണോ ശരിയാണോ തെറ്റാണോ എന്നുള്ള വേറെ, പക്ഷേ ഒരു ഡെമോക്രാറ്റിക് സെക്കുലാർ സ്പേസ് നെഹ്റുവിയൻ സങ്കല്പത്തിൽ ഉണ്ട് എന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അന്നു മുതലേ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് എല്ലാവരും കൂടി നടത്തിയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സാന്നിധ്യത്തെ നമുക്ക് തള്ളാൻ കഴിഞ്ഞില്ല. ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്ന RSSനെ നിരോധിക്കുമ്പോൾ ആ നിരോധനം പിൻവലിക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറയുന്നത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പട്ടേലാണെന്ന് ഓർക്കണം.
രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന സംഘടനയുടെ നിരോധനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ആവശ്യം. വെറുതെയല്ല പട്ടേലിൻ്റെ പ്രതിമ ഇവർ വെക്കുന്നത്. നമുക്ക് പുരോഗമനകാരികളായ ചരിത്രകാരന്മാരാണ് ഈ സംഭവമൊക്കെ അങ്ങ് മറന്നു പോകുന്നത്. അവർക്ക് നല്ല ഓർമ്മയാണ് ഈ സംഭവം. പട്ടേലാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് അത് ലിഫ്റ്റ് ചെയ്യുന്നത്, ബാൻ പിൻവലിക്കുന്നത്. പൊതുവെ ചരിത്രം എടുത്തു നോക്കുന്ന സമയത്ത് ആദ്യകാലം മുതലേ സവർണരായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മേൽ തസ്തികകളിൽ മുന്നിൽ ലീഡ് ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സാമൂഹിക പരിഷ്കരണങ്ങളെ തള്ളിക്കളയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ പോലും നമുക്ക് കാണാം. സാമ്പത്തിക പരിഷ്കരണത്തെക്കുറിച്ച് ഉള്ള ചർച്ചകൾ വരുമ്പോഴും ഒരു സാമൂഹിക പരിഷ്കരണ ചർച്ചകൾ കേരളത്തിലും എത്രത്തോളം സജീവമായിരുന്നു, അത് എത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്? അത് നമ്മൾ ഇന്ത്യയെ സവിശേഷമായി, ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രത്യേകതകളെ സവിശേഷമായി പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഉത്തരം കിട്ടുക. ലോകത്ത് മറ്റൊരു സമൂഹത്തിലും ഇല്ലാത്ത വിധമുള്ള ഒരു ഒളിഗാർക്കി ദീർഘകാലം നിലനിന്നിരുന്ന ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഒരു സമഗ്രാധിപത്യം, പ്രത്യേക വിഭാഗങ്ങളുടെ വ്യത്യസ്ത സെക്ഷനുകൾ മാറി മാറി ഇന്ത്യ ഭരിക്കുന്ന ഒളിഗാർക്കിയുടെ ഒരു സംഗതി. അപ്പോൾ ഈ ഒരു ഒളിഗാർക്കിയുടെ ഈ ഒരു സവിശേഷതയെ, പ്രത്യേകത എന്ന് പറയുന്നത് സവർണർ എന്ന് പറയുന്ന വിഭാഗമല്ലാതെ അതിന് പുറത്തേക്ക് ആ ഒരു ചട്ടക്കൂടിന് വെളിയിലേക്ക് സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ അധികാരം പോകാതിരിക്കാൻ നക്സലൈറ്റുകൾ മുതൽ RSSകാർ വരെയുള്ള സവർണ ലോബി അക്കാര്യത്തിൽ ജാഗരൂകരാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരുപക്ഷെ അവർക്ക് തമ്മിൽ ബന്ധമില്ലെന്ന് നമുക്ക് തോന്നാം. ബന്ധമില്ലായിരിക്കും, തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ RSS പറയുന്നതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ സാമ്പത്തിക അനീതിക്കെതിരെയുള്ള വർത്തമാനങ്ങൾ ഇവരെല്ലാവരും ഇൻട്രസ്റ്റഡാണ്. എന്നാൽ സാമൂഹ്യ അനീതിക്കെതിരെയുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ അത് ജാതിയായെന്ന് ഇവർ പറയും. കുഴപ്പം പിടിച്ച കാര്യമാണ്, അത് ജാതി തിരിച്ചു വരുന്ന കാര്യമാണ്, ജാതിയാണ്. ഇത് തന്നെയാണ് RSSും പറയുന്നത്. RSSൻ്റെ മറ്റൊരു വേർഷനാണ് ഇവർ യഥാർത്ഥത്തിൽ പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഭരിക്കുന്നത് ഈ ഒളിഗാർക്കിക്കകത്തുള്ള ഈ സവർണ താല്പര്യങ്ങൾ അറിഞ്ഞും അറിയാതെയും ഇവരുടെ തലച്ചോറുകളിലുണ്ട്. അതിപ്പോൾ ബോധപൂർവമായി അവർ ഇവരങ്ങ് അടക്കി ഭരിച്ചേക്കാമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു സോഷ്യൽ മെക്കാനിസമാണ്, ഇന്ത്യയിലുള്ളൊരു സോഷ്യൽ മെക്കാനിസമാണ്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു ചടങ്ങിലേക്ക് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ വിളിക്കുന്നില്ല, മുൻ പ്രസിഡൻറ്റിനെ വിളിക്കുന്നു. അപ്പോൾ എന്തായിരിക്കാം ഈ ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ വിളിക്കാതെ ഒരു മുൻ പ്രസിഡൻറ്റിനെ വിളിക്കാൻ? വാട്ട് ഈസ് ദ ക്രൈറ്റീരിയൻ ഓഫ് സെലക്ഷൻ? എന്താണ് ആ സെലക്ഷൻ്റെ ക്രൈറ്റീരിയൻ? നമ്മൾ എത്ര ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. കർണാടകയിൽ ജാതി സെൻസസിൻ്റെ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് ആവശ്യപ്പെട്ടത് കോൺഗ്രസിലും BJPയിലും ഉള്ള MLAമാർ ഒരുമിച്ചാണ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് വാട്ട് ഈസ് ദ ഫോഴ്സ് ബിഹൈൻഡ് ഇറ്റ്? ഇവർ പെട്ടെന്ന് യുണൈറ്റ് ചെയ്യാനുള്ള കാരണം എന്താ? കേരളത്തിലൊരു മന്ത്രിസഭയുണ്ടായപ്പോൾ ആ മന്ത്രിസഭയിൽ 48% നായന്മാരാണ്. ഇടതുപക്ഷ മന്ത്രിസഭയാണ്, പക്ഷേ 9 പേർ, 20 പേരിൽ 9 പേർ നായന്മാരാണ്. ഇപ്പോൾ പുതിയൊരാൾ കൂടി വന്ന് അത് 10 ആയിട്ടുണ്ട്. അപ്പോൾ ഈ 50%, കേവലം 10%-ൽ താഴെ, 12% എന്നൊക്കെ അവർ വെറുതെ പറയുന്നത്. അത്രയൊന്നും ജനസംഖ്യ നായന്മാരില്ല കേരളത്തിൽ. ഈ 12 ഉണ്ടെന്നായിക്കോട്ടെ, ഈ 12% ഉള്ള നായർ സമൂഹം എങ്ങനെ ഈ 50% കൈവശപ്പെടുത്തുന്നു എന്ന് നമ്മൾ പിണറായി വിജയനോട് ചോദിച്ചു. പിണറായി വിജയൻ പറയുന്ന മറുപടി എന്തായിരിക്കും? അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുക. നായന്മാർ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരുള്ളൂ എന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ ആ ഗെയിം പൊട്ടി. ഇവിടെയാണ് അതിൻ്റെ സംഭവം കിടക്കുന്നത്. ഈ ഒളിഗാർക്കിയുടെ ഒരു പ്രവർത്തനം അങ്ങനെയാണ്. ഈ ഒളിഗാർക്കിയാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് ഇവർക്ക് സവർണ അധികാരമെന്ന് പറയുന്നത് വിശ്വാസവുമായി, മനുഷ്യരുടെ വിശ്വാസവുമായി കൂടിക്കുഴഞ്ഞു കിടക്കുന്നൊരു കാര്യമാണ്. ദൈവത്തെ അണിനിരത്തിക്കൊണ്ടാണ് ഇവർ ഈ അധികാരത്തെ പാവനമാക്കി നിലനിർത്തുന്നത്. അപ്പോൾ ഫുക്കോ പറയുന്ന അധികാരത്തെ സംബന്ധിച്ച അനാലിസിസ് കൊണ്ട് നമുക്ക് ഇന്ത്യൻ അധികാരത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ പിടിച്ചെടുക്കാൻ പറ്റില്ല. അത്രമേൽ സങ്കീർണമാണത്.
അധികാരിക്ക് അധികാരം ജനങ്ങൾ താലത്തിൽ കൊണ്ടുചെന്ന് അങ്ങോട്ട് കൊടുക്കുക ചെയ്യുന്നത്, അല്ലാണ്ട് അധികാരി ഇത് പിടിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, അങ്ങോട്ട് കൊണ്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പം എൻ്റെ വീട്ടിലൊരു കാര്യമുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്ന് അവനെ ഗ്ലോറിഫൈ ചെയ്തെടുക്കുക, എന്നിട്ട് പിന്നെ ഞാൻ അവനെന്നെ ചവിട്ടുന്നുണ്ടെന്ന് ഞാൻ തന്നെ പരാതിയും പറയും. ഇത്രയും വിചിത്രമായ ഒരു സമൂഹമാണ് നമ്മുടേത്. ആ നിലക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഓളിഗാർക്കിയാണ് ഇതിൻ്റെ പിന്നിലുള്ള, ഈ സവർണാധികാരത്തിൻ്റെ പിന്നിലുള്ള, അത് നമ്മൾ ഒരു നാച്ചുറലായ ഒരു കാര്യമല്ല അത്. ഇന്ത്യ ഭരിക്കാനായിട്ട് ജസ്റ്റിസ് പരിപൂർണൻ ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു അദ്ദേഹം ബ്രാഹ്മണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ലോകം ഭരിക്കാനുള്ള അവകാശം ബ്രാഹ്മണർക്കേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. എന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോധമാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹമാണ് നമ്മുടെ ജഡ്ജി. അപ്പോൾ ഇങ്ങനെ ഏത് രൂപത്തിൽ നോക്കിയാലും ഈ സവർണാധികാരത്തെ എപ്പോഴും പാവനമായി കാണുന്ന, അതിനെ അംഗീകരിക്കുന്ന ഒരു പൊതുബോധത്തെ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യക്ക്. ഇനി നിഷേധിക്കൽ അത്ര എളുപ്പമല്ല. അതിനെ നിഷേധിക്കുന്ന എല്ലാ ധാരകളെയും റിബൽ ധാരകളായിട്ട് ചരിത്രത്തിൽ മൂടി വയ്ക്കപ്പെടുകയും, ഇപ്പോൾ ഈ ഇന്ത്യയിലെ ഈ ഒളിഗാർക്കിയെ വിമർശവിധേയമാക്കിയ, സവർണ അധികാരത്തെ വിമർശവിധേയമാക്കിയ ധാരകൾ ജ്യോതിബ ഫൂലെ, ഡോക്ടർ BR അംബേദ്കർ, തന്തൈ പെരിയോ, ശ്രീനാരായണ ഗുരു തുടങ്ങിയ ആൾക്കാരെ നമ്മൾ പരിശോധിക്കും. ഇവരെല്ലാം സൈഡ് ലൈൻഡാണ്, പുറത്താണ്, അവരുടെ സ്ഥാനമല്ല പുറത്താണ്. മറിച്ച് ഇതിനെ ഗ്ലോറിഫൈ ചെയ്തവരെല്ലാവരും അകത്ത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം കിടക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ഇത് ഗ്ലോറിഫൈ ചെയ്തെടുക്കുന്നതാണ്, ബോധപൂർവമായി നെയ്തെടുക്കുന്നതാണ്. അത് അധികാരത്തിൻ്റെ തന്നെ പാവനമാണ്. ഇന്ത്യയിലെ അധികാരം പാവനമാണ്, ദൈവദത്തമാണ്. അതുകൊണ്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യാതെ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്നുള്ള പ്രക്ഷോഭം നടത്തുമ്പോൾ ഈ കേരളത്തിലെ സാധാരണ മനുഷ്യർ അയ്യപ്പനുമായിട്ട് നമ്മളെന്തോ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുക, അത് പാപമാണെന്നാണ് മനസ്സിലാക്കുക. വളരെ പെട്ടെന്നാണ് അത് ടേൺ ചെയ്യുന്നത്. അയ്യപ്പൻ എന്ന് പറയുന്ന ദൈവത്തോടാണ് നമ്മൾ കളിക്കുന്നത് എന്നുള്ളൊരു വേർഷനാണ് പെട്ടെന്ന് വരുന്നത്. സ്വാഭാവികമായിട്ടും റിച്വലിനകത്ത് മുങ്ങി നിൽക്കുന്ന മനുഷ്യർ മുഴുവനും പിൻവാങ്ങും. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തവർ. ഇങ്ങനെ ഓരോ സമയത്തും ദൈവമോ അല്ലെങ്കിൽ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പ്ലേസ് ചെയ്യപ്പെടുന്നത് ഇവരുടെ അധികാരത്തെ നിലനിർത്താൻ വേണ്ടിയാണ്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇന്ത്യ അങ്ങനെ, ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ അന്ധവിശ്വാസികളായതുകൊണ്ടൊന്നുമില്ല. അത് ബോധപൂർവമായി നിർമ്മിച്ചെടുക്കുന്നൊരു സാമൂഹിക പരിസരമായിട്ട് വേണം നമ്മളതിനെ മനസ്സിലാക്കുക.